ബീറ്റ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ബ്രോഡർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ പറഞ്ഞ സ്റ്റോക്കോ അല്ലെങ്കിൽ ഫണ്ടുകളോ എത്രത്തോളം ഈ പറഞ്ഞ വേരിയേഷൻ വരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു കോറിലേഷൻ മെട്രിക് ആണ്. അതായത് മാർക്കറ്റുമായിട്ട് തട്ടിച്ച് നോക്കും. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി 50. ഇപ്പൊ നിഫ്റ്റി 50 ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഫണ്ട് എത്രത്തോളം മേലോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് എത്രത്തോളം മേലോട്ട് പോകുന്നു താഴ്ത്തു വരുന്നു എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചുള്ള ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ ബീറ്റ. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു ഫണ്ട് ഇപ്പൊ നിഫ്റ്റി 50 ഒരു 10% കയറി 10% കയറി അല്ലെങ്കിൽ 10% ഇടിഞ്ഞു. അത് നമ്മൾ നിങ്ങളുടെ ഫണ്ട് നോക്കുമ്പോൾ അതിലൊരു 12% ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ 12% ഡ്രോപ്പ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഫണ്ടിന്റെ ബീറ്റ നിഫ്റ്റിയേക്കാളും മേളിലാണ് നിങ്ങളുടെ വോളറ്റിലിറ്റി. നിഫ്റ്റി 10% മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ 12% മൂവ് ചെയ്യും. ഒരു 1.2, അതായത് നിങ്ങളുടെ ഫണ്ടിന്റെ മൂവ്മെന്റ് ഡിവൈഡഡ് ബൈ നിഫ്റ്റിയുടെ മൂവ്മെന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ബീറ്റയുടെ മെട്രിക് കിട്ടും. അത് 1.2 ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? അപ്പൊ ലോ ബീറ്റ ഉള്ള ഫണ്ടുകളോ അല്ലെ സ്റ്റോക്കുകളോ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഒരു ജഡ്ജ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ചെറുതായിട്ട് ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതല്ലാതെ ഒരു വാല്യൂഷൻ റിലേറ്റഡ് ജഡ്ജ്മെന്റ് വേറെ വരുന്നുണ്ട്. നമുക്കൊരു ഇതൊരു വൺ ഓഫ് ദ ഫ്രെയിംവർക്സ് ആണ് ടു ലുക്ക് അറ്റ് മൂവ്മെന്റ്സ്. അപ്പൊ അതിൽ ഇപ്പൊ ലോ ബീറ്റ ആയിട്ടുള്ള ഇപ്പൊ 0.8 ബീറ്റ ഉള്ള ഫണ്ടുകളുണ്ട്. അതായത് നിഫ്റ്റി ഒരു 10% വീഴുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ 0.8 ബീറ്റ ഉള്ള ഫണ്ട് വീഴുന്നത് ഒരു 8% ആയിരിക്കും. കാരണം നിഫ്റ്റിയേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നുള്ളത്.